ಅಶ್ರಫ್ ಸಕಾಫಿ ಮಾಡಾವು ಉಸ್ತಾದರನ್ನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಕೋಡಿಯಂಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, കൊക്കട മുസ്ലിം ജമാഅത്ത്, SYS, SSFന്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുഴുവനും ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അഅ്മാലുകളിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാലാവസ്ഥ പ്രതികൂലമായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ മാസങ്ങളോളമായി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും ജനസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിനാണ് ഈ പരിപാടികളൊക്കെ നാം സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ തുല്യതയില്ലാത്ത, സമാനതയില്ലാത്ത ഒരു സംഘടനാ സംവിധാനമാണ് നമ്മുടെ മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ യൂണിറ്റ് കോൺഫറൻസ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പദ്ധതികളിൽ ഒന്നാണ്. അതിന്റെ ആരംഭം ഇന്നാണ്. ഡിസംബർ 1 മുതൽ 30 വരെ കർണാടകയിലെ 700-ലധികം വരുന്ന യൂണിറ്റുകളിൽ നടക്കുന്ന കോൺഫറൻസ്, അതിന്റെ ഒന്നാമത്തെ ഈസ്റ്റ് ജില്ലയിലെ ആദ്യത്തെ ഒരു കോൺഫറൻസിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. വലിയ സന്തോഷമാണ്. ആ 1-ാം തീയതി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുകയും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. ആദ്യമായി യൂണിറ്റ് കോൺഫറൻസിന് സ്റ്റേറ്റ് SYS-ന്റെയും ഈസ്റ്റ് ജില്ലാ SYS-ന്റെയും ആയിരക്കണക്കിലുള്ള SYS-ന്റെ പ്രവർത്തകരുടെയും എല്ലാവിധ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും ഈ മഹത്തായ പരിപാടിക്ക് ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, യൂണിറ്റ് കോൺഫറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത്. മാതരി മധുവെ എന്ന സബ്ജക്റ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടാനുള്ളത്. ഓരോ കാലത്തിലും നാം കാണുന്ന അനാചാരങ്ങൾ, അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് അത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. അനാചാരങ്ങളും
ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത പറയാത്ത കാര്യങ്ങളും ബിദ്അത്തടക്കം പ്രത്യക്ഷപ്പെട്ടാൽ അത് നിങ്ങളെ കരങ്ങളെ കൊണ്ട് തടയണം. ഇനി കരങ്ങളെ കൊണ്ട് സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങളെ നാക്കുകൊണ്ട്, പ്രസംഗം കൊണ്ട്, വയലുകൊണ്ട്, ക്ലാസുകളെ മുഖേന നിങ്ങളെ ജനങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കണം. ഇതൊരു ഈമാനിന്റെ ഒരു ബാധ്യതയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ വലിയ അനാചാരമായി നമുക്ക് കാണുന്നത് നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. ഒരു മതത്തിലും കാണാൻ കഴിയാത്ത അനാചാരങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങളുടെ കല്യാണങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടുകാലത്ത് വരദക്ഷിൻ എന്ന് പറയുന്ന ഒരു പിടുകു, ഒരു മഹാമാരി നമ്മുടെ പ്രദേശങ്ങളിൽ അലട്ടിയിരുന്നു. ആ സമയത്ത് നമ്മുടെ പരിശുദ്ധമായ സുന്നി സംഘകുടുംബം ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചു. അതിന്റെ സത്യാവിഷയങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ ഫലമായി ഇന്ന് അതെല്ലാം നിർമൂലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നും ആ വിവാഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അനാചാരങ്ങൾ, അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക, ആ ദൗത്യത്തിനാണ് SYS സ്റ്റേറ്റ് കമ്മിറ്റി 100 ദിവസം നീക്കിവെച്ചിട്ടുള്ളത്. 100 ദിവസത്തിന്റെ പ്രചരണ പ്രവർത്തന പരിപാടികളാണ് ഈ സബ്ജക്റ്റുമായി നമ്മുടെ സ്റ്റേറ്റ് നടത്തുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ? വിവാഹം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചര്യയാണ്, ഒരു സുന്നത്താണ്. മാത്രമല്ല ആ സുന്നത്തിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇസ്ലാമിന്റെ 2 കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇസ്ലാമി കാര്യങ്ങളിൽ 3 അംശമാക്കി മാറ്റിയാൽ 2 അംശങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമലാണ് നിക്കാഹ്, കല്യാണം എന്ന് പറയുന്നത്. അത് ഒരു കുടുംബത്തിന്റെ ബേസ് ആണ്. ഒരു കുടുംബം ഈ ലോകത്ത് നിലനിൽക്കുന്നതിനു, ഈ സന്താനം നിലനിർത്തുന്നതിന് അനിവാര്യമായ ഒരു സംഗതിയാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അത് വലിയ പ്രാധാന്യത്തോടെ, വലിയ അംഗീകാരത്തോടെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്താണ്. പക്ഷെ ആ സുന്നത്തിന്റെ പേരിൽ പല നിലക്കുള്ള അനാചാരങ്ങൾ, ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും മുഅ്മിനീങ്ങളുടെയും ദൗത്യമാണ്. ആ ദൗത്യ നിർവഹണത്തിലാണ് SYS യൂണിറ്റ് കോൺഫറൻസിലൂടെ ഇറങ്ങിയിരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നമ്മുടെ കൊക്കട യൂണിറ്റിന്റെ പ്രവർത്തകർ ആരും നിരാശരാകേണ്ടതില്ല. നമ്മുടെ ഈ സേവനങ്ങൾ മുഴുവനും റബ്ബുൽ ഇസ്സത്ത് കാണുന്നുണ്ട്. എന്തിനാണ് ഇവിടെ ഒരുങ്ങിയത്? ഇവിടെ എന്തിനാണ് നാം സമ്മേളിച്ചത്? എന്തിനാണ് നിങ്ങളെ രാത്രിയും പകലും അധ്വാനിച്ചത്? അതിന്റെ രഹസ്യങ്ങളും അതിന്റെ പരസ്യങ്ങളും അറിയുന്നവനാണ് നമ്മുടെ ഖാലിഖായ റബ്ബ്. അവനിക്കറിയാം ഏത് സമയത്ത് എന്ത് വേണം. അവന്റെ തീരുമാനങ്ങളും അവന്റെ അജണ്ടകളുമാണ് ലോകത്ത് നടക്കുന്നത്. അതിൽ ഒരാൾക്കും നിരാശയില്ല, ഒരാൾക്കും അതിൽ വേറെ ചിന്തിക്കേണ്ടതില്ല. എല്ലാം റബ്ബുൽ ഇസ്സത്താണ് നിയന്ത്രിക്കുന്നത് എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. ഓരോ മുഅ്മിനും 5 നേര നമസ്കാരം കഴിഞ്ഞ ഉടനെ നാം റബ്ബിനോട് വിളിച്ചു പറയുന്ന സന്ദേശമാണ്, റബ്ബേ, നീ നൽകാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഒരു ശക്തിനെ കൊണ്ടും കഴിയില്ല. നീ തടഞ്ഞു വെച്ച ഒരു കാര്യത്തെ തരിപ്പിക്കാനും കഴിയില്ല. എല്ലാം നിന്റെ കഴിവാണെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നവരാണ് എന്റെ പരിശുദ്ധമായ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെയോ, നമുക്ക് നിരാശകളില്ല. നമ്മുടെ ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഇവിടെ ഇരുന്നവരെല്ലാം
ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ വരാൻ കഴിയാത്തവർക്ക് അവരെ വീടുകളിൽ ഇരുന്ന് നമ്മുടെ സന്ദേശങ്ങളെ കേൾക്കാനും അറിയുവാനും കാണുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നഷ്ടക്കച്ചവടമല്ല, ഇതൊന്നും നമ്മുടെ പരാജയത്തിന്റെ നമ്മുടെ വിചലിതമാകാനുള്ള ഒരു വ്യവസ്ഥയല്ല എന്ന് എന്റെ പ്രവർത്തകർ ഉറപ്പിച്ചിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. നമ്മുടെ കല്യാണങ്ങൾ സുബ്ഹാനല്ലാഹ് എവിടെ നിന്നാണ് അനാചാരം തുടങ്ങുക? കല്യാണ അന്വേഷണം മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി ഈ ഉറപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, അതിനും ഒരു പെണ്ണ് കാണുന്ന ചടങ്ങുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമി വീക്ഷണം? ഒരു കല്യാണം കഴിയാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരൻ കല്യാണം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ പെണ്ണിനെ പോയി കാണുക. അത് കാണല് ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്. അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം കാണാം. അവരുടെ ജീവിതമാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പരസ്പരം അവർ പൊരുത്തപ്പെടുക, അവർക്കുള്ള വിഷയങ്ങളെ അവർ കണ്ട് മനസ്സിലാക്കി അവർ ആ നിലയ്ക്ക് പറ്റും എന്ന് തോന്നിയാൽ അവിടെയാണ് നാം ഉറപ്പിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ പെണ്ണ് കാണലുന്ന ചടങ്ങ് തന്നെ ഹറാമിന്റെ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്നു. കല്യാണം വിവാഹം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കാണാൻ വേണ്ടി വരുമ്പോഴേക്ക് തന്നെ അവിടെ പുതിയാപ്പിളയാകുന്ന ആ യുവാവ് മാത്രമല്ല, അവന്റെ ഫ്രണ്ട്സുമാരെ കൊണ്ടുവരികയാണ്, അവന്റെ കൂട്ടുകാരെ കൊണ്ടുവരികയാണ്. അവൻ കല്യാണം ചെയ്യുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ ചങ്ങായിമാരെ, നിങ്ങളെല്ലാം ഒന്ന് നോക്കൂ, നിങ്ങൾക്കും കൂടി അഗ്രിയാണെങ്കിൽ ഞാൻ കെട്ടാൻ തയ്യാറാണ്. എന്തൊരു ഖിയാമത്ത് ദിവസമാണിത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെയുള്ള ഒരു സംവിധാനം ഇസ്ലാമിലുണ്ടോ? പച്ച ഹറാമല്ലേ കൂട്ടുകാരെ ചെയ്യുന്നത്? ഓ എന്റെ കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരെ, നിങ്ങളെ വൈവാഹിക ജീവിതം പ്രവേശിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യാൻ പോകുന്നത് പച്ച ഹറാമാണ്. ഹറാമിലൂടെ വരുന്ന ജീവിതം അതിങ്ങനെ ബേജാറിന്റെയും ടെൻഷനിന്റെയും നാശത്തിന്റെയും നഷ്ടത്തിന്റെയും തുടക്കമായല്ലേ മാറുക. അതുകൊണ്ട് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരൻ അവന് കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ അവർ മാത്രമേ പരസ്പരം കാണാൻ അനുവദനീയമാവുകയുള്ളൂ. അതും കാണാൻ ഇവിടെ നിബന്ധന വെച്ചിട്ടുണ്ട് ഇസ്ലാം. എവിടേക്കാണ് നോക്കേണ്ടത്? ആ പെണ്ണിന്റെ മുഖം, അതുപോലെ മുൻകൈ, ഇത്തരത്തിൽ രണ്ട് ഭാഗങ്ങളെ കണ്ട് നിനക്ക് തൃപ്തിയാണോ നിനക്ക് സ്വീകരിക്കാം. അതിനേക്കാൾ അപ്പുറമൊന്നില്ല. സംസാരം പാടില്ല, ഹറാമാണ്. സംസാരം ഹലാലാവൂല, സ്പർശനം ഹലാലാവൂല, ചിരിക്ക ഹലാലാവൂല, ഒന്നുമില്ല. അവിടെ ആ കണ്ടു ഉറപ്പിച്ചതിന് ശേഷം നിനക്ക് സംസാരിക്കണോ സംസാരിക്കാം, നിക്കാഹ് കഴിയണം. ഇപ്പോൾ ഉറപ്പിന്റെ പേരിൽ വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ പുരുഷന്മാര് തന്നെ, ചെറുപ്പക്കാർ തന്നെ കല്യാണത്തിൽ നിന്ന് മാറിപ്പോവാൻ, കല്യാണം വേണ്ടെന്ന് ചിന്തിക്കാൻ. എന്താ കാരണം? അവരെ കയ്യിൽ സമ്പത്തുകളില്ല. ഒരു കല്യാണത്തിന് വരുമ്പോ ഇപ്പൊ പെണ്ണിന്റെ ഹൈറ്റ് എത്ര ചോദിക്കും, ആണിന്റെ ഹൈറ്റ് എത്ര ചോദിക്കും. അപ്പൊ 5.2 പെണ്ണാണെങ്കിൽ കൊണ്ടുവരുന്ന ചോക്ലേറ്റിന്റെ ബോക്സ് 5.10ലേക്കും 8ലേക്കും കൂടി വരികയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലക്ഷങ്ങളായ പൈസകൾ മുടക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സുന്നത്തായ വിവാഹം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് വളരെ ബറക്കത്തുള്ള വിവാഹം. ഏത് വിവാഹമാ? ബറക്കത്തുള്ള വിവാഹം ഏതാണ്? വളരെ ചുരുങ്ങിയ ചെലവിൽ നടത്തപ്പെടുന്ന കല്യാണം. അത് വലിയൊരു ചെലവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായി ആ ഉറപ്പും പെണ്ണ് കാണലും മാറാൻ. അതിൽ നിന്ന് ഈ സമൂഹം മാറണം. ഇപ്പോൾ പുരുഷ യുവാക്കൾ തന്നെ കല്യാണമാകുന്ന സുന്നത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അവർ 30ഉം 35ഉം ആയി ചെറുപ്പക്കാർ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. പണ്ട് കാലത്ത് പെൺമക്കളായിരുന്നു കല്യാണത്തിൽ മാറി നിൽക്കേണ്ടി വന്നിരുന്നത്. അത് വരദക്ഷണത്തിന്റെ കാരണമായിരുന്നു. ഇന്നത്തെ ഈ അനാചാരത്തിന്റെ പേരിൽ ചെറുപ്പക്കാരും ടെൻഷൻ അടിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് അത്തരത്തിലുള്ള അനാചാരങ്ങൾ വേണ്ട. നമ്മൾ ആരാ? ഈ സമൂഹത്തിൽ കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹം ഞങ്ങളാണ്. ഹബീബായ തങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞ സന്ദേശമാണ്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ലോകത്തെ ഏറ്റവും നല്ല സമൂഹം. എന്നാൽ ഇന്ന് ഏറ്റവും മോശമായ സമൂഹമായി ഞങ്ങൾ മാറുകയാണ്.
എന്നിട്ട് ഉറപ്പിന്റെ ദിവസം സുബ്ഹാനല്ലാഹ് ഫോട്ടോസുകളും വീഡിയോസുകളും പരസ്പരം കൈപിടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു, സംസാരിക്കുന്നു. ഇങ്ങനെ പച്ച ഹറാമുകൾ ആ കല്യാണത്തിന്റെ ഉറപ്പിന്റെ ദിവസവും നടക്കുക. ഇതെല്ലാം നിർത്തപ്പെടേണ്ടതാണ്, ഇതെല്ലാം നിർത്തപ്പെടേണ്ടതാണ്. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതൊന്നും ചെയ്യരുതേ ചെറുപ്പക്കാരെ, അതൊന്നും ചെയ്യരുതേ. പണ്ട് കാലത്തുള്ള ഒരു സമ്പ്രദായമുണ്ട്, പെണ്ണ് നോക്കിയിട്ട് ആവുന്നു പറ്റിയാൽ ഒരു സ്വർണ്ണൊക്കെ വെച്ച് പോലും സഹജമായിട്ടുണ്ടായ ഒരു അമലാണ്. അതായിക്കോട്ടെ, അതിനൊന്നും വിരോധങ്ങളില്ല, കൊടുത്തോ. എന്നാൽ ഇപ്പൊ മൊബൈലും കൂടി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ മൊബൈൽ കൊടുക്കുന്ന ലക്ഷത്തിന്റെ മൊബൈലാ കൊടുക്കുക. ആ മൊബൈൽ കൊടുത്ത് അതിന് ശേഷം ചാറ്റിങ്ങും ഫോൺ കോളുകളൊക്കെ നടത്തി കല്യാണത്തിന് പിന്നെ 6 മാസം വരെ ഗ്യാപ്പ് വെക്കും. യഥാർത്ഥത്തിൽ അത് വേണ്ട. കല്യാണം പറ്റുമെന്ന് പെണ്ണിന് ഉറപ്പിച്ചാല് പെട്ടെന്ന് നിക്കാഹ് ചെയ്ത് വിട്ടണം. എന്തിനാണ് അവരെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കുന്നത്? ആ പെണ്ണ് അജ്നബിയത്താണ്, ഈ പുരുഷൻ, ഈ ചെറുപ്പക്കാരൻ അജ്നബിയാണ്. പരസ്പരം സംസാരിക്കാനുള്ള അനുമതിയായിട്ടില്ല. രണ്ട് കുടുംബങ്ങൾ പറ്റും എന്ന് ഉറപ്പിച്ചതുകൊണ്ട് ഹലാലായിട്ടില്ല. ഹലാലാകണോ? വലിയ പറയണം, പുതിയാപ്പിള ഖബിൽതു മിൻക നിക്കാഹ എന്നുള്ള ആ വാചകം ഉച്ചരിച്ചാൽ മാത്രമേ ഹലാലാവുകയുള്ളൂ. അതുകൊണ്ട് മൊബൈൽ ഫോണുകൾ കൊടുത്തുള്ള നിരന്തരമായ സംസാരങ്ങൾ അതെവിടേക്കെത്തി? കല്യാണത്തിന് 2 ആഴ്ച മുമ്പ് പുതിയാപ്പിളിന്റെ പാട്ടിലേക്കും പെണ്ണ് പെണ്ണിന്റെ പാട്ടിലേക്കും രണ്ടും ഡിവൈഡാവാണ്. നിക്കാഹിന് വരെ അവസരമില്ല, അവിടുന്ന് കല്യാണം മുറിഞ്ഞു പോവാൻ. കാരണം എന്തേ? ഈ മൊബൈലും കൊണ്ട് എല്ലാം സംസാരിച്ചു, രഹസ്യങ്ങൾ സംസാരിച്ചു, പരസ്യങ്ങൾ സംസാരിച്ചു. അതുപോലെ ഈ നമ്പർ കൊടുത്തു മുമ്പാരോ കോൺടാക്ട് ഉണ്ടെങ്കിൽ അതും സംസാരിച്ചു. അങ്ങനെ ഇതൊക്കെ ലീക്കായി അവസാന കല്യാണം കഴിയാതെ പോകുന്നു. എന്നിട്ടോ കാലിന്റെ മുന്നിലേക്ക് തർക്കം വരികയാണ്, ഉസ്താദുമാരെ മുന്നിലേക്ക് തർക്കം വരികയാണ്. ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് 5 പൗണ്ടിന്റെ മാല വെച്ചിട്ടുണ്ട്, അതുപോലെ 1.5 ലക്ഷത്തിന്റെ 2 ലക്ഷത്തിന്റെ മൊബൈൽ കൊടുത്തിട്ടുണ്ട്, അത് ആ കല്യാണം പൊളിഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് തിരിച്ചു വാങ്ങിത്തരണം. എത്ര ഉമറാക്കളെ മുന്നിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? എത്ര ആലിമികളെ മുന്നിൽ ഈ പ്രശ്നം വരുന്നത്? കൊടുക്കുമ്പോ നമ്മുടെ ആലിമികളോട് ചോദിച്ചോ കൊടുക്കണോന്ന്? കൊടുക്കാൻ വേണ്ടി ഫത്വ ചോദിച്ചിരുന്നോ? ഇന്ന് ഈ പ്രശ്നങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു, ഓരോ ഗ്രാമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കൊന്നും വളരെ ഉന്നത സമൂഹമായ ഞങ്ങൾ ആരും പെട്ടുപോകരുതേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിക്കാൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ വേണ്ടി പോവാൻ. മാത്രല്ല, ഞാൻ ഉറപ്പ് കഴിഞ്ഞാൽ എനിക്ക് കല്യാണം എത്രവിധ കല്യാണം? നമ്മളിപ്പോ ചെറിയ മുതൽ കേട്ടത് 2 കല്യാണം, ഒന്ന് മൊയ്ലാഞ്ചി കല്യാണം, പിന്നൊന്ന് നിക്കാഹിന്റെ കല്യാണം, 2 കല്യാണം. ഇപ്പൊ അതെല്ലാം മാറി 4, 5, 6, 7 ഇങ്ങനെ പച്ചക്കല്യാണം, മൊയ്ലാഞ്ചി കല്യാണം, മഞ്ഞ കല്യാണം തുടങ്ങി എല്ലാ കളറുകളുടെയും അങ്ങിലമായി മാറി. ഇതാരാ പഠിപ്പിച്ചെന്നറിയില്ല. ഒരു ദിവസം ഫുള്ള് മഞ്ഞയാണ്, ആ പരക്കാറ് ഫുള്ള് മഞ്ഞയാണ്. മഞ്ഞ ഇട്ട് കറിയാക്കിയിട്ടില്ല മുമ്പിന്, ഈ മഞ്ഞ ഇടേണ്ട ആവശ്യമുണ്ട്. ഈ മഞ്ഞ കല്യാണത്തിൽ പോവാൻ. എന്നിട്ട് ഈ കുടുംബങ്ങൾ മുഴുവൻ ഒരു പോരല് കല്യാണം നടക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് തന്നെ ഭയങ്കര തലച്ചൂടാണ്. ഇപ്പൊ എന്റെ പേരിൽ നിക്കാണെങ്കിൽ എന്റെ പെങ്ങന്മാർക്ക് ടെൻഷൻ, എന്റെ അളിയന്മാർക്ക് ടെൻഷൻ, എന്റെ അയൽവാസിയുടെ ടെൻഷൻ. എന്താണ്? ഈ 5 നാളും 5 രൂപത്തിലുള്ള ഡ്രസ് ഇടണം, ഈ 5 ദിവസത്തിന് സ്പെഷ്യൽ ഡ്രസ് വാങ്ങണം. എന്റെ അളിയന്മാരും കുടുംബക്കാരൊക്കെ ടെൻഷനാണ്. കല്യാണം നടത്തുന്ന പരക്കാർക്ക് ടെൻഷൻ ആയിക്കോട്ടെ, അതോടുകൂടി എല്ലാവർക്കും ടെൻഷൻ കൊടുക്കുക. അതുപോലെ ഫ്രണ്ട്സുമാർക്കും ടെൻഷനാണ്. ഒരു യുവാവിനിക്ക് 50 ചങ്ങായിമാരുണ്ടെങ്കിൽ ഈ 50 ആളെ മംഗളത്തിന് പോകുമ്പോഴേക്കും 100 ഡ്രസ് വാങ്ങേണ്ടി വരൂലേ? ഒരു ചങ്ങായിന്റെ കാലത്ത് 2 ഡ്രസ് തന്നെ വാങ്ങണം. മുമ്പത്തെ ദിവസം വെറൈറ്റി ഒന്നാണ്, നിക്കാഹിന്റെ പിന്നൊന്നാണ്. ഇങ്ങനെയുള്ള നിരന്തരമായി ചെറുപ്പക്കാരെയും കുടുംബങ്ങളെയും കടത്തിലേക്ക് സാളമാക്കാൻ വേണ്ടി തള്ളിയിടുന്ന ഒരു പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സംവിധാനം ഇല്ല. പൂർവികന്മാർ എന്താ ചെയ്തറിയോ? എന്റെ മോള് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, ആ ജീവിത സന്തോഷമാകണം, ഓക്ക് ഒരു തടസ്സം വരാൻ പാടില്ല, ഓളെ ജീവിതം മരണം വരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന നിയ്യത്തില് ആ ഉപ്പയോ
ആ രക്ഷിതാക്കളോ പോരയിൽ ഒരു മൗലിദ് തീരുമാനിച്ചു. എന്താ മൗലിദ്? അസ്ഹാബുൽ ബദരിനെ സ്മരിക്കുന്ന മൗലിദ്, ബദർ മൗലിദ്, അല്ലെങ്കിൽ മങ്കുസ് മൗലിദ്. അത് ഓതി യാസീൻ ഓതി ദ്വാരപ്പിച്ച് ആ പെണ്ണിന്റെ ജീവിതം സന്തോഷാവട്ടെ എന്ന നിയ്യത്തിൽ പൂർവികന്മാർ തുടങ്ങിയ ഒരു സംവിധാനമാണ് ഈ നമ്മുടെ മംഗളത്തിന് മുമ്പത്തെ ദിവസത്തെ ഒരു മജ്‌ലിസ്. അതിന് കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് പേര് മാറി അന്ന് മൊയ്ലഞ്ച് വെക്കാൻ തുടങ്ങി. അത് പുതിയ പെണ്ണിക്ക് സുന്നത്താണ്. പുതിയ പെണ്ണ് വിവാഹത്തിലേക്ക് പോകുമ്പോൾ മൊയ്ലഞ്ച് വെച്ച പോലെ സുന്നത്തുള്ള സംഗതിയാണ്. പക്ഷേ അതിന്റെ പേരിലേക്ക് രൂപാന്തരപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോ കുറച്ച് കഴിയുമ്പോ ആ മൊയ്ലാഞ്ച് കുറെ കളറുകളായി മാറുക. എനിക്കറിയില്ല മൊയ്ലാഞ്ച് ഒറ്റ കളറാണ്, ഞാൻ അറിഞ്ഞോ. മഞ്ഞല്ലാത്ത വേറെ കളറുണ്ടോ മൊയ്ലാഞ്ചിക്ക്? ഇല്ല. ചില ഇപ്പൊ വേസന്മാരും തുടങ്ങിയിട്ടുണ്ട്. താടി നിരക്കും. അത് പിന്നെ ബേസനാങ് മാത്രം നിരക്കുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് വലിയ ബേസൊന്നും ആയിട്ടില്ല, എന്റെ താടി നിരച്ചിട്ടില്ല. എന്നാൽ ഇതിനെ കറുപ്പിക്കുകയാണ്, കറുത്ത പൈന്റ് കൊടുക്കുകയാണ്. ഇതിനെ കൊടുത്തിട്ട് ഇതിനെ കറുപ്പിക്കുന്ന സംവിധാനം. എന്നിട്ട് ചോദിച്ചാൽ പോലെ അതൊരു മൊയ്ലാഞ്ചി. ഏടുന്ന് മൊയ്ലാഞ്ചി കിട്ടിയ? ഇന്തോനേഷ്യന്റെ മൊയ്ലാഞ്ച. അത് മൊയ്ലഞ്ചാണോ പൈന്റാണോ എന്ന് ചിന്തിക്കാൻ, അതിനെ ടെസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിനൊന്ന് കൈക്കേന് വരച്ചു നോക്കി, അവിടെ കളറാവും. ഒരു ബ്ലേഡ് കൊണ്ടുവന്ന് ഇങ്ങനെ ചൊറന്റെ നേരത്ത് അത് ഇളകി വരുന്നുണ്ടെങ്കിൽ അത് പൈന്റാണ്. മൊയ്ലാഞ്ചി ഇങ്ങനെ ഇളകി വരൂല. മൊയ്ലിന്റെ പൈന്റ് ഇങ്ങനെ ചൊറണ്ടിയാല് അത് ഇളങ്ങി വരൂല. നേരെ മറിച്ച് പൈന്റ് ആണോ അങ്ങനെ ഇങ്ങനെ ചൊറണ്ടിയപ്പോ മേലോട്ട് വരുന്നുണ്ടോ, അത് പൈന്റ് ആണ്. അത് നിന്റെ താടിയിലേക്ക് കൊടുത്താൽ, നിന്റെ മുടിയിലേക്ക് നീ ഇട്ടാൽ, നീ ഏതെങ്കിലും ജനാപത്തിൽ പെട്ടുപോയി നീ കുളിച്ചാൽ നിന്റെ കുളി സ്വഹിയല്ല. നിന്റെ കുളി സ്വഹിയല്ല. വളരെ ഗൗരവത്തോടെ എല്ലാ പുരുഷന്മാരും അറിയണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ മൊയ്ലാഞ്ചിന്റെ പേരിൽ വന്നു കുറെ രൂപരൂപാന്തരങ്ങൾ പെട്ടു. മാത്രല്ല ആടും പെണ്ണും ഒന്നിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇരിക്കുന്നു മാത്രല്ല ചിരിക്കകളത്ര. ഇപ്പൊ പിന്നെ എന്താണ് ഈ ഷോർട്ട് വീഡിയോ എന്താ പറയാ, വീഡിയോകളൊക്കെ ഉണ്ടാക്കും. ചെറിയ ഒരു 40 സെക്കൻഡ് 50 സെക്കൻഡ്. അത് എല്ലാവരും സ്റ്റാറ്റസിലും വെക്കും. ഈ എന്റെ മോളെ കെട്ടാൻ പോകുന്ന പുതിയാപ്പിളേക്ക് സൗന്ദര്യം കാണട്ടെ, വളരെ സന്തോഷം. ഓന് സൗന്ദര്യം കാണട്ടെ, ഓനിക്കുള്ളതാണ്. അത് നേരെ മറിച്ച് നീ സ്റ്റാറ്റസിൽ വെച്ച് ആർക്ക് കാണിക്കാനാണ്? നിന്റെ ഭാര്യയുടെ സൗന്ദര്യം നിന്റെ ചങ്ങായിമാർക്ക് നീ കാണിച്ചു കൊടുത്തതിൽ എന്താണ് നിനക്ക് ബെനിഫിറ്റ്? അവിടെ നാശത്തിന്റെ ഡോറല്ലേ ഓപ്പൺ ആകപ്പെടുന്നത്. നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ട് നിന്റെ മൊബൈൽ നമ്പർ ഏതോ രൂപത്തിലും ഭാര്യൻ്റെതും വാങ്ങിയിട്ട് പരസ്പര ചാറ്റിംഗ് നടന്നിട്ട് എത്ര ഫ്രണ്ട്സുമാരുടെ ഭാര്യമാരാണ് ത്വലാഖ് ചെയ്യപ്പെട്ടത്? അനുഭവങ്ങളില്ലേ? പരസ്പര ഫ്രണ്ട്സുമാരായിരുന്നു യുവാക്കൾ. അവർ പരസ്പരം ഏതോ കാരണത്താൽ ഭാര്യമാരെ നമ്പറുകൾ കിട്ടി, അതിൽ ഫോൺ കോളുകൾ വന്നു, ചാറ്റിംഗുകൾ നടന്നു, അവസാന ത്വലാഖിലെത്തുകയാണ്. ഫ്രണ്ട്ഷിപ്പ് ത്വലാഖായാൽ ബേജാറില്ല, അവര് വിവാഹത്തിന്റെ ത്വലാഖ നടക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള അനാചാരങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോകളാണ്, നമ്മുടെ സ്റ്റാറ്റസിൽ വരുന്ന നമ്മുടെ പെൺമക്കളുടെ ഫോട്ടോസുകളാണ്. അതും നിർത്തപ്പെടേണ്ടതാണ്. അതെല്ലാം നിർത്തപ്പെടണം. ഇവിടെ എന്തൊക്കെ ദീനിന് എതിരായ കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അതൊക്കെ എണ്ണമായി അക്കമിട്ട് പറയേണ്ട കാലമാണിത്. അങ്ങനെ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, മൊയ്ലാഞ്ചിൻ്റെത് കുറെ കാര്യങ്ങൾ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോ എന്റെ യൂണിറ്റ് SYS-കാർക്ക് അറിയാം, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് SYS ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട KM മോണ്ടുകോളി സാർ അവരുടെ പ്രസംഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാലോചിതമായി കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോസുകൾ വെക്കണം നിങ്ങൾ സ്റ്റാറ്റസിൽ. ആ വീഡിയോസുകൾ ഷെയർ ചെയ്യണം, സമൂഹം തിരിച്ചറിയട്ടെ. എന്റെ കൊക്കട യൂണിറ്റിലുള്ള പ്രവർത്തകരെ, ഇതിന്റെ ഫലം ഇത് നിങ്ങളെ കാണണമെന്നില്ല. നിങ്ങൾ ആരും നിരാശാവേണ്ട. ഈ സേവനത്തിന്റെ ഫലം ഒരു 10 വർഷം കഴിയുമ്പോ ഇവിടെ മൊയ്ലഞ്ചി എന്ന് പറയുന്ന പല രൂപത്തിലുള്ള മംഗലങ്ങൾ നിർത്തപ്പെടും ഇൻഷാ അല്ലാഹ്. നമ്മുടെ അധ്വാനങ്ങളായിരിക്കും, നമ്മുടെ ഈ സേവനങ്ങളായിരിക്കും അതിന് നമ്മൾ കാരണക്കാരായി മാറി റബ്ബ് കബൂൽ ചെയ്താൽ നമുക്ക് സ്വർഗത്തിലെത്താൻ വേറെ ഒന്നിന്റെയും ആവശ്യം വരില്ല. നമുക്ക് സ്വർഗത്തിൽ പോകാൻ അത് മതിയാകും. അതുകൊണ്ട് നിരാശകളൊന്നും വേണ്ട. എന്നാൽ നമ്മുടെ മഹല്ലുകളെ, നമ്മുടെ യൂണിറ്റിൽ നടക്കുന്ന കല്യാണങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, എന്റെ SSF-ന്റെ കുട്ടികളെ, ഏകദേശം SYS-ലുള്ളവർ കല്യാണം കഴിഞ്ഞവരായിരിക്കും.
SSFന്റെ പ്രായത്തിലുള്ളവർ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവൂല. നിങ്ങളെ കല്യാണങ്ങൾ ഒരു മാതൃകയോഗ്യമായ കല്യാണങ്ങളാക്കി മാറ്റുക. എല്ലാ വിഷയത്തിലും നല്ല ഒരു സുന്ദരമായ കല്യാണങ്ങളാക്കി മാറ്റുക. അപ്പോഴാണ് നമ്മുടെ SSFന്റെ പവർ, നമ്മുടെ SYSന്റെ പവർ ഈ ഉമ്മത്ത് മനസ്സിലാക്കുന്നത്. എന്തിനാണ് നമ്മുടെ ചെറുപ്പക്കാരെ SSFലേക്ക് കയറ്റുന്നത്? എന്തിനാണ് SYS ഇവിടെ? എന്തിനാണ് ഇവിടെ മുസ്ലിം ജമാഅത്ത് ഇവിടെ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്, ഓ എന്റെ SSFകാരെ, നിങ്ങളെ കല്യാണം ഇസ്ലാമി ചൈതന്യത്തിലാക്കി മാറ്റുക. ഇസ്ലാം എന്ത് പറഞ്ഞു അത് ചെയ്യുക. നിങ്ങൾക്ക് കല്യാണത്തിന് 10 ദിവസം ബുർദ നടത്തിക്കോളി, ബുർദ നടത്താം, പ്രശ്നങ്ങളില്ല. പക്ഷേ രസമഞ്ചരികളെ പോലെ ഏതെല്ലാം രൂപത്തിലുള്ള പാട്ട് പാടുന്ന ആണിനെയും പെണ്ണുവിനെയും കൊണ്ടുവന്ന് ഒരു നൃത്യങ്ങളെ പോലാക്കി, ഒരു ഡാൻസ് പോലാക്കി കളയരുത്. നമ്മുടെ കൾച്ചറൽ നാം ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. നമുക്കൊക്കെ അഭിമാനമല്ലേ എന്റെ ചെറുപ്പക്കാരെ? ഈ സുന്നി സംഘ കുടുംബത്തിലെ ഓരോരുത്തരും അഭിമാനിക്കേണ്ട നിമിഷങ്ങളിൽ നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ നേതാവാണ് സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ലോകത്ത് ഒരാൾക്കും അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് ഇല്ല. എല്ലാവരും കൊതിക്കുന്ന ലീഡർഷിപ്പാണ്. നിങ്ങൾ കണ്ടോ? ഇപ്പോൾ ഇന്നാലെ മിഞ്ഞാന്ന് മലേഷ്യയിലാണ് മഹാനായ ശൈഖുന. എന്തിനാ പോയതെന്നറിയോ? സ്വഹീഹു മുസ്ലിം, പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹു മുസ്ലിം. ആ സ്വഹീഹ് മുസ്ലിം ദർസ് നടത്താൻ വേണ്ടി ആർക്കാ ദർസ് നടത്തുന്നത്? ഈ കാണുന്ന ചെറിയ കുട്ടികൾക്കാണോ? അല്ല, മലേഷ്യയിലുള്ള വലിയ ഖാദിമാര്, വലിയ മുദരിസുമാര്, വലിയ വലിയ പണ്ഡിതന്മാര്, അതുപോലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ, അവരെ മുന്നിലിരുത്തി ദർസ് നടത്താൻ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് OSYSകാരെ, OSSFകാരെ, ഓ മുസ്ലിം ജമാഅത്തുകാരെ, നമ്മുടെ ടോപ്പ് ലീഡറായ സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദിനെ ആകുമ്പോ നമുക്ക് അഭിമാനമാകണം. നമുക്കതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? ആ ഉസ്താദിന്റെ അനുയായികളായ നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും വളരെ ജാഗ്രത വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അത് കല്യാണമായി പ്രധാനമായി ശ്രദ്ധിക്കണം. എനിക്ക് കല്യാണത്തിന് നിക്കാഹൊക്കെ കഴിഞ്ഞ് ഞാൻ വാക്ക് നിർത്തുന്നു. രാത്രി വീട്ടുകൂടാൻ വേണ്ടി പോകുന്ന പല എന്താ താളോന്നോ എന്താ പറയാൻ മേളോ എന്താണ് എനിക്കറിയില്ല, ഏതോ ഒരു മേളാണ്. ഞാൻ ഈ പറയുന്നത് ഞാൻ അതിന് പോയിട്ടില്ല. ഞാൻ എന്റെ ആരെ ചങ്ങരെ കൂട്ടി പോയിട്ടില്ല കല്യാണത്തിന്. ഞാന് ഒറ്റക്ക് പോകുന്നവനാണ്. എന്നെ കൂട്ടാൻ വേണ്ടി അളിയന്മാർ ബൈക്കിലെ വരിക, കാറൊന്നുമില്ല. ഇതിപ്പോ ഇന്റർനാഷണൽ വിഷയമൊന്നുമല്ല. ഞാൻ എന്റെ അടുത്ത് എന്നെ കൂട്ടാൻ വേണ്ടി ബൈക്കിൽ വന്നു എന്റെ 2 അളിയന്മാർ. അപ്പൊ ബാപ്പനോട് പറഞ്ഞു, ഓർ ആ ബൈക്കിൽ പോയിട്ട് നീ എന്താക്ക് ആ ഈച്ചുനെ വിളിച്ചോ. എന്റെ മൂത്താന്റെ മോനുണ്ട്, ഓനെ കൂട്ടി പോന്നു. നമ്മള് 2 ആളെ പോയിട്ടുള്ളൂ. അങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്തൊരു അക്രമാണ് ഈ താളത്തിന്റെ മേലിൽ നടക്കുന്നത്. കല്യാണത്തിന്റെ ദിവസവും 9 ദിവസവും ഈ പൊരക്കാർ കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് കല്യാണത്തിന് വന്നവർക്ക് കൈ കൊടുത്തിട്ട് ആ പൊരത്തെ ഉമ്മമാര് സംസാരിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് ആ ദിവസം ഉള്ളത്. എന്നിട്ട് ഈ ഹംക്കുകള് ഈ പുതിയാപ്പിളയും കൂട്ടിട്ട് പോകുന്നത് രാത്രി 1 മണി രാത്രി 2 മണി രാത്രിയാണ് പോവാ. എന്നിട്ട് അവിടെ പോയിട്ട് എന്തെല്ലാം ഒച്ചപ്പാടുകളും എല്ലാം പൊളിക്കലും പട്ടാക്കി പൊട്ടിക്കലും. എന്താണ് നമ്മുടെ ജാത്രയായി മാറുക. എന്നിട്ട് പുതിയാപ്പിള വരുന്ന രംഗാണെങ്കിലും JCBയിലും മയ്യത്ത് കെട്ടില്ല വരിക. ഞാൻ ചോദിക്കുന്ന നല്ല പെണ്ണുമക്കളെ, നിങ്ങളെ പുതിയാപ്പിള മയ്യത്ത് കെട്ടിൽ വരുന്ന ഒരു രംഗം ഉണ്ടറിയോ? നിങ്ങളെ പുതിയാപ്പിള മയ്യത്ത് കട്ടിൽ കടന്നു വരുന്ന ഒരു രംഗം എപ്പോഴാ? മരിച്ചാലല്ലേ. നിങ്ങളെ കൽബിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവോ? ആ ദിവസം സന്തോഷം ഉണ്ടാവോ? അന്ന് ദുഃഖത്തിന്റെ പൊട്ടിക്കരച്ചിലിന്റെ സമയല്ലേ. ആ രൂപത്തിലാണ് എന്നെ കെട്ടിയ ഒരു പുതിയാപ്പിള വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് മുഖം നോക്കിയിട്ട് നീ പറയണം, അത് വേണ്ട. അത് പറയാൻ കഴിയും. JCBയിൽ വരികയാണ്, കൊറഗവേശിട്ട് വരികയാണ്, പല രൂപത്തിൽ വരികയാണ്. ഈ രൂപത്തിലൊക്കെ രാത്രി സമയത്ത് വരുമ്പോൾ നാട്ടുകാർക്ക് തന്നെ ശല്യം. പൊരക്കാർക്ക് മാത്രല്ല, നാട്ടുകാർക്ക് ശല്യാണ്. എന്തൊരു ശല്യ, സുബ്ഹാനല്ലാഹ്. കേസൊക്കെ ആയത് നിങ്ങൾക്കറിയാം.
അടുത്ത പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങളായ നിങ്ങൾക്കറിയാം. പക്ഷെ അതൊക്കെ നമ്മുടെ നാടുകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അതുകൊണ്ട് താളത്തിന്റെ മേലിൽ നടക്കുന്ന അനാചാരത്തെ എന്റെ SYS-ന്റെ പ്രവർത്തകർ, SSF-ന്റെ പ്രവർത്തകർ നിങ്ങളുടെ ജീവിതത്തിൽ നിക്കാഹിന്റെ കാണിച്ചു കൊടുക്കണം. എന്താണ് താളം? ഇനിയിപ്പോ ഒരു ഭാഗത്ത് അത്, മറ്റൊരു ഭാഗത്തോട് ഞാൻ പറയട്ടെ, ബുർദ പാടാൻ വേണ്ടി പോകും പുതിയാപ്പിളിനെ പോലെ. എപ്പോ പുതിയാപ്പിള ഞാനതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാം. ബുർദനോട് വിയോജിപ്പല്ല. ബുർദ പാടാൻ പോകുന്നുണ്ടോ? 7 മണി രാത്രി പുറപ്പെട്ട് 8 മണിക്ക് പുതിയ പെണ്ണിന്റെ വീട്ടിൽ കയറി അവിടുന്ന് 1 മണിക്കൂർ ബുർദ പാടി അവിടുന്ന് അവർ തരുന്ന ഭക്ഷണം കഴിച്ച് 10 മണിക്ക് ഗെറ്റ് ഔട്ട് നടന്നോളൂ. 12 മണി വരെ പാടി അവിടെയുള്ള കുടുംബങ്ങളെ വിഷമിപ്പിച്ചാൽ ഇത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കില്ല. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ യഥാർത്ഥ മുസ്ലിം? ആരാ യഥാർത്ഥ സുന്നി? അവന്റെ നാവ് കൊണ്ട്, അവന്റെ കരങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു ശല്യവും ഇല്ല. അപ്പോഴാണ് ഞാൻ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. നമ്മുടെ വളരെ ക്ഷീണിച്ച വീട്ടിലും അങ്ങനെ കഴിഞ്ഞ വീട്ടിൽ പോയി 12 മണി രാത്രി 2 മണി രാത്രി വരെ നിൽക്കുക, അത് വിഷമിപ്പിക്കലാണ്. മാത്രല്ല പുതിയ ആപ്പിളിനും കൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പിക്കുക. എന്താ ഇന്ന് ലൊക്കേഷൻ ഇല്ല, നേരെ ഡയറക്റ്റ് വന്നൂടെ? ലൊക്കേഷൻ വെച്ചാൽ തന്നെ കിട്ടുമല്ലോ ഒരേടെ. ഇതിന് ഏതെല്ലാം റൂട്ടിൽ കൊണ്ടുപോയി പാതിരാ സമയത്ത് കൊണ്ടുവന്ന് 3 മണി രാത്രി വരെ ആ വന്ന ടീം പോകാതെ വിഷമിപ്പിച്ചത് നമ്മുടെ അനുഭവങ്ങളിലുണ്ട്. ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, മഹബത്തുള്ള ആൾക്കാരെ ക്ഷണിച്ചപ്പോ ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഒരു 8 മണിയാകുമ്പോൾ ഒരു പുതിയാപ്പിളെല്ലാം വരും, അപ്പോ ഉസ്താദ് ആ സമയത്ത് വരും. ഞാൻ ഈ സംസ്കാരം അതൊക്കെ കഴിഞ്ഞ് 9 മണിക്ക് പോയി നോക്കുമ്പോ ഈ ടീം വന്നിട്ടില്ല. അപ്പോ എന്നെ വിളിച്ചാള് പറഞ്ഞു, ഉസ്താദെ അവർ വന്നിട്ടില്ല, ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ആക്കാ, വന്നോണ്ട് പറഞ്ഞു. ഓക്കെ പറ്റേ പറഞ്ഞു. അങ്ങനെ അവർ വന്നിരുന്നു. ഇരുന്നപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ഞാൻ പറഞ്ഞു, അവരെ ഭക്ഷണത്തിന് ഏകദേശം സമയമുണ്ടാവും, ഞാൻ എനിക്കെന്തെങ്കിലും തന്നാൽ ഞാൻ കഴിച്ചിട്ട് വേറെ പോയി. എന്നിട്ട് ഞാൻ പെട്ട് നടന്നത്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ കേട്ടെന്തറിയോ, അവിടെ അവർ വരുന്നു പറഞ്ഞത് 10 ആളാണ്. ചിന്തിക്കണം, ഒരു വരുന്നു എന്ന പേര് കൊടുത്ത് 10 ആൾക്കാണ്. അവർ വന്നതോ 30 ആളാണ്, 50 ആളാണ്. എങ്ങനെയാണ് ആ കുടുംബം സഹിക്കുന്നത് എന്ന് പറയാം. നിങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിൽ ആ പുതിയാപ്പിളന്മാരെ കൂടെ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന താളത്തിന്റെ മെമ്പർമാരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്ക. നിന്റെ വീട്ടിലേക്ക് 10 ആളെന്ന് പറഞ്ഞ് 50 ആള് വന്നാൽ നിന്റെ മനസ്സെന്തായിരിക്കും? 10 ആളെന്ന് പറഞ്ഞ് 20 ആള് വന്നാൽ എങ്ങനെ ഒപ്പിക്കും? ഇത് 50 ആള് വരെയാണ്. എന്നിട്ടോ അവിടെ ഉള്ളത് മുഴുവൻ ചട്ടിയെന്നെ കൊണ്ടുവരുത്താൻ, അവിടെയുള്ള ചോറിന്റെ കലം തന്നെ എതിരിൽ വെക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് അവിടുന്ന് മുഴുവനും തിന്നു തീർക്കാൻ, എന്നിട്ട് വീട്ടുകാർക്ക് ഒന്നുമില്ലാത്ത രൂപത്തിലേക്ക് പയ്യു അരിക്കിച്ചു കുടിച്ചതുപോലെ എല്ലാം തീർത്ത് കളയുന്ന ഒരു നാക്കാലി മൃഗം പോലും ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന യുവസമൂഹം നമ്മുടെ സമൂഹത്തിൽ വളരാൻ പാടില്ല. അത്തരത്തിലുള്ള അനാചാരങ്ങൾ നിർത്താനാണ് SYS 100 ദിവസത്തിന്റെ പ്രബോധനവുമായി ഇറങ്ങിയിട്ടുള്ളത്. എന്തൊരു അക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ എന്റെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, നേതാക്കൾ നമ്മുടെ വീടുകളിൽ കാണിച്ചു കൊടുക്കണം. കല്യാണത്തിന് ശിഷ്ടം ഉറപ്പിന്റെ ഒന്നൊരു ഖുത്ബുണ്ടല്ലേ, നിക്കാഹിന്റെ ഒന്നൊരു ഖുത്ബ, അതേപോലെ പെണ്ണ് ഉറപ്പിക്കുന്ന ഒരു ഖുത്ബുണ്ടല്ലേ, ആ ഖുത്ബ എന്താ ഉള്ളത്? അന്ന് ഉറപ്പിന്റെ എന്ന് പറയണം. ഇപ്പൊ പിന്നെ ഉറപ്പിന് ഒരു ശിഷ്ടമില്ല. പണ്ട് കാലത്തൊരു സിസ്റ്റം ഉണ്ട്. എന്താ? മഹല്ലത്തിന്റെ ഖത്തീബ് ഉസ്താദ് വേണം, മഹല്ലത്തിന്റെ മുത്തവല്ലി വേണം, മഹല്ലത്തിന്റെ കമ്മിറ്റിക്കാർ വേണം, കുടുംബത്തിന്റെ നേതാക്കളൊക്കെ വേണം. അവിടെ അവരെ സാന്നിധ്യത്തിലാണ് ഉറപ്പ്. പണ്ട് കാലത്ത് ഉറപ്പ് അങ്ങനെയാണ്. ഇപ്പൊ ഏതൊരു ഹോട്ടലിൽ ഉറപ്പാണ്. അതൊന്നും അറിയില്ല. നിക്കാഹിന്റെ മുമ്പത്തെ ദിവസം വന്നിട്ട് ഖത്തീബിനോട് പറയാണ്, നാളെ 11 മണിക്ക് നിക്കാഹിന് വരണോ. ആർക്ക് കാലം മാറി. നമ്മൾ ആ പണ്ടത്തിലേക്ക് പോകണം. പുതിയ ഇസ്ലാമു ഗരീബ. നമ്മള് പഴയതിലേക്കൊന്ന് മടങ്ങ. നമ്മൾ ഈ പുതിയതിൽ നിന്ന് മാറി പഴയതിലേക്കൊന്ന് മടങ്ങേ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുമല്ലോ. അത് കേവലം ഒന്നിന് മാത്രം ഒതുങ്ങിയ ആശയല്ല, അത് പഴയ ആശയാണ്. നമ്മൾ പഴയ സംവിധാനത്തിലേക്ക് മടങ്ങണം. നമ്മുടെ കുടുംബങ്ങൾ, പ്രധാനപ്പെട്ട അംഗങ്ങൾ ഒരുമിച്ച്, അതുപോലെ നാട്ടിന്റെ ഉമറാക്കൾ, കമ്മിറ്റിമാരുമായി ഒരുമിച്ച് കൂട്ടുക, ഉസ്താദിനെ ഒരുമിച്ച് കൂട്ടുക. 2 ടീമിന്റെയും കുടുംബത്തിന്റെയും
മഹല്ലുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഒരു നിക്കാഹിന്റെ ഉറപ്പാണ്. ആ ഉറപ്പിന് മുമ്പ് ഉസ്താദ് സംസാരിക്കണം. ഈ കല്യാണം ഇന്ന തീയതി നടക്കണം. എങ്ങനെ നടക്കണം? മുമ്പ് തന്നെ ഒരു ഡാൻസുകളൊന്നും ഇവിടെ നടക്കാൻ പാടില്ല. തുറന്നിട്ട് പെണ്ണിന്റെ ബാപ്പ പറയണം, എന്റെ പുരക്ക് പുതിയാപ്പിളെ കൂട്ടി വരുമ്പോ താളത്തിന്റെ പേരിൽ അനാചാരത്തിനൊന്നും അവകാശമില്ല. നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി പുതിയാപ്പിളിന് ചങ്ങായിമാർ വരികയാണോ, വന്നോൾ. 8 മണിക്ക് ഞാൻ 100 ആൾക്കും തരാം, 50 ആൾക്കും തരാം. പക്ഷേ 10 മണിക്ക് ശേഷം എന്റെ പുരയിൽ എന്റെ മോളെ കെട്ടിയ പുതിയാപ്പിളയല്ലാതെ വേറെ ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്ന് ആണത്വത്തോടെ പിതാക്കൾ പറയണം. ഇത് പറയാനുള്ള ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാന് നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് കാരണക്കാരിൽ ഒരാളാരാ? നമ്മുടെ പ്രിയപ്പെട്ട മകൾ തന്നെയാണ്. പ്രിയപ്പെട്ട പെൺമക്കള് അവർക്ക് ഇഷ്ടാനുസാരം അവര് ഒരു പുതിയാപ്പിളയെ കണ്ടുവെക്കുകയാണ്. അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പൊ മുന്നോട്ട് പോവാണ്. അവർ പറയുന്നതിൽ മാത്രം എഗ്രിയാകേണ്ട ഒരു ദുരവസ്ഥ ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. എന്റെ മോളോട് പറയണം, നിന്നെ പോറ്റിയ എനിക്ക്, നിനക്ക് ഈ ജീവിതം നൽകിയ എനിക്ക്, ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുവാനും അതിനു വേണ്ടി സംവിധാനം ഒരുക്കുവാനും എനിക്കറിയാം മോളെ. അതുകൊണ്ട് നീ സ്വന്തമായി ഒന്നും ചെയ്യേണ്ടതില്ല. ആ രൂപത്തിൽ ആ പെൺകിടാവിനെ സംരക്ഷിക്കേണ്ടത് ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഉത്തരവാദിത്വമാണ്. ശരി സംഗതിയൊന്നല്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ സമൂഹം ഇപ്പൊ കേരളത്തൊക്കെ തുടങ്ങിയില്ലേ? കേരളത്തെ അറിഞ്ഞിട്ടും അറിയാതെ തുടങ്ങിയപ്പോ ആണ് മംഗലം. എന്തുകൊണ്ട്? പെണ്ണിനെ മംഗലം. എന്താ കാരണം അറിയോ? അപ്പൊ ആ മംഗലത്തിന് ആരും വരില്ല, നാണുള്ള ഒരാളും വരില്ല. വരും ആണ് മംഗലായാലും ആരെങ്കിലും വരും. നാണുള്ളവരാരെങ്കിലും പോവാ ചോറ് കഴിക്കാൻ? പോവൂല. പെണ്ണ് മംഗലമാണ്. അതിന്റെ എന്താ കാരണങ്ങള്? ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മുടെ തലമുറ എത്തിപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ബോധമുള്ളവരായി മാറണം. നമ്മൾ അതിനെ കുറിച്ച് ബോധമുള്ളവരെ മാറണം. അതിന് വളരെ പ്രധാനമായി കാര്യം നിർവഹിക്കേണ്ടത് മൊഹല്ല സമിതികളാണ് എന്നും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മൊഹല്ല ഭരിക്കുന്ന കമ്മിറ്റിക്കാര് പ്രസിഡന്റിന്റെ മോളെ മംഗലത്തിലെ കഥനെ ചെല്ലുകൊണ്ടല്ലോ, പിന്നെ അയാൾ ചെല്ലുവരെ നാട്ടുകാരിയേക്കോ? കേൾക്കൂ? ഒരിക്കലും കേൾക്കൂല. അപ്പോൾ ഒരു മഹല്ലത്തിനെ ഭരിക്കുന്ന അവിടുത്തെ കമ്മിറ്റി നേതൃത്വങ്ങള് നിങ്ങളാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം നിങ്ങളെ മക്കളെ കല്യാണത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത്. കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് പ്രസിഡന്റിന്റെ മോളെ കല്യാണം നടന്നത്? നാട്ടുകാരെല്ലാം ടാർഗറ്റ് ആക്കണം, നാട്ടുകാരെല്ലാം ഫോളോ അപ്പ് ചെയ്യണം. ആ രൂപത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും നല്ലൊരു പ്രസംഗം ഇവിടെ നടക്കാനിരിക്കുന്നു. അൽഹംദുലില്ലാഹ് മഴകളൊക്കെ നമുക്ക് നല്ലൊരു ശാന്തമായ അനുകൂലകരമായ ഒരു കാലാവസ്ഥ അല്ലാഹു തന്നു. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കൊക്കട SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും SSF-ന്റെയും എല്ലാ പ്രവർത്തകർക്കും സഹകാരികൾക്കും എല്ലാവിധ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് അവസരത്തിന് നന്ദി രേഖപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ സൂക്തം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.